ഓക്കെ ഓക്കെ ഒരാൾക്ക് എൻട്രി. ഓക്കെ മാറ്. കോസ്റ്റ്യൂം ഇട്. എന്നെങ്കിൽ ഇലയിലും തിക്കി കയറ്റിയാൽ മതി. ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം ഞാൻ ആക്കി തരാം. വേറെ എൻട്രി മ്യൂസിക് ആക്ക് ഹസ്ബാക്ക്. എൻട്രി മ്യൂസിക് വാ. ഓക്കെ WWE ചെയ്യാനാ. എൻട്രി മ്യൂസിക് ഇട്. ജോൺസീന. Harishos -E4Z donated 40 രൂപ. റുമറ്റ പുറത്തു ഞാനുണ്ടു. ഞങ്ങൾക്ക് തരാം. അല്ല ആയില്ല റെഡി ആയില്ല. @crazy_boom1722 donated 40 രൂപ. Rambo bro miss you give that Jassy suplex. അതിനെന്താ മോനു നീ എന്തെല്ലാം വന്നിട്ട് പറയുന്നത് മോനു? നിനക്ക് റോള് വേണോ? നിനക്ക് ക്യാരക്ടർ വേണോ? ഞാൻ ജോൺസിനാണ്. ഇല്ല നിക്ക് ആയില്ല കോസ്റ്റ്യൂം നിക്ക് സെറ്റാക്കി തട്ടോ. donated 40 രൂപ. നിഹാദ് കക്ക ഓറു ഹൈ ഥാരു കണ്ണീരോടെ ചിരിക്കുന്ന മുഖം. റെഡി. ഞാൻ സെറ്റാ. ജോൺസിനെ എന്തോണം കിട്ടോ? റോമസ്റ്റേരി ആരാടാ? റോബസ്റ്റോയോ? റോബസ്റ്റേരി പോലും. നിക്ക് മതി വെച്ചോ. ഞാൻ ലേറ്റ് ഓഫാക്കിയിട്ടോ? അണ്ടർടേക്കർ അല്ല. The next contestant of WWE 2026 is Undertaker. ഒരു മണി സൗണ്ട് നോക്ക്. ടിങ് 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 നോക്ക്. WWE റഫറി സൗണ്ട് അടിക്ക്. ഇതെന്താ? ഇതെല്ലാം ഞാൻ ചെയ്യണ? ഇത് ഈ ഷോന്റെ ഇത് പോയെന്നെ, ഷോന്റെ ഫ്ലോ പോയെന്നെ. ഒരാള് പാട്ട് വിളയാൻ നിക്കണ. വാ അഖില റഫറി സൗണ്ട് ബെൽ സൗണ്ട് അടിച്ചാ മതി. മുത്തേ നീ താങ്ങൂല, മനസ്സിലാ? ഇത് വേറെ സ്ട്രീമിങ് വേറെ, മാമനും മച്ചാനും വേറെ. കളത്തില് കളം മാത്രമേ ഉള്ളൂ. ആര് ഇനോഗ്രേഷൻ? ഏത് ഇനോഗ്രേഷൻ? എനക്കറിയില്ല. എന്റെ പേര് ജോൺസീന. നിന്റെ പേരെന്താ? എന്റെ ഇനോഗ്രേഷൻ എനിക്ക് ഇതൊന്നും അറിയില്ല. നീ എന്തൊരെല്ലാന്ന് പോയട്ടെ അങ്ങോട്ട്. ക്യാരക്ടറിലേക്ക് ഫുൾ ടൈം. നമ്മളെ എന്താണ് പേരെന്താ?
ബിഗ് ഷോ അല്ല ഇതെന്താ ചാറ്റ എല്ലാം ഇടുന്നെണ്ണം കിട്ടോ ഞമ്മക്ക് ഇപ്പം വരാൻ പോകുന്ന ബിഗ് ഷോ അല്ല ട്രക്ക് ഷോ. Two individualists who have come together tonight. Samoa Joe and Kevin Owens. But who is the tag team partner that Samoa Joe found? And what, King? 2 years! 2 years is here on Raw! It's the Big Show! Look at the size of the Big Show! Well, I bet the Monday Night Messiah didn't see this coming. അയ്യോ റെമിസ്റ്റീരിയോ ഉണ്ടോ? റെമിസ്റ്റീരിയോ ആണ് എന്റെ കാല് പോയി. സുബ്ഹാനല്ലാഹ് ഞാൻ ട്രക്ക് കയറിയ പോലെയുള്ള ഞാൻ പറഞ്ഞില്ല ഇത് ബിഗ് ഷോ അല്ല വരുന്നത്. അതാ റെമിസ്റ്റീരിയോ റെമിസ്റ്റീരിനെ കണ്ടാലും മതി. ഓ ബിഗ് ഷോന്റെ വല്ലാത്തൊരു എൻട്രി ആയി പോയാ ഞാനൊക്കെ രോമാഞ്ചായി പോയി. അല്ല ഈ റൈമസ്റ്റീരിയെ കൊണ്ടുവരിപ്പോ എത്തോ നോക്ക വനത്തെ ചെയ്യാൻ നോക്കാം. വാ Who's next? Oh my God! Are you kidding me? He's here! Oh, we're not kidding you, King! That's my pick! My Mysterio! My pick is here! Yes! Rey Mysterio, the man who won the 2006 Royal Rumble match! Oh man! He set a record for lasting longer than anyone in history at 62 minutes! Mysterio looks to be in unbelievable shape. Welcome back, Rey. What's he doing here? Can you imagine the headlines tomorrow if Rey Mysterio wins this whole thing? The Wells Fargo Center can't believe it. Rey Mysterio is here. Call on the second turnbuckle. And Rey Mysterio. There goes Cole. Mysterio still has it. Down goes Miz. This is unbelievable. Oh, here we go. Are we going to see it? Take it, King. 619 from Rey Mysterio. And guys, he entered in the plum spot, number 27. More winners from that number than any slot in Rumble match history. I just can't get over the shape that Mysterio is in right now. He looks as great as he ever looked at any point in his career. It's incredible. സോറി ഓണർ വന്ന് ഹോട്ടലിൽ ഓണർ വന്ന് സോറി കുഴപ്പമില്ല പറഞ്ഞോ. എടാ ഒന്ന് സംസാരിച്ചിട്ടോ. സീനായി ഒരു ഹോട്ടൽ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ? നാശനഷ്ടങ്ങളുടെ എല്ലാം ബില്ല് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊണ്ടുത്തോ. ആര് നിന്റെ ഉപ്പ് കൊടുക്കോടാ നാറി, ഞാൻ തന്നെ കൊടുക്കണ്ടേ? ആ എടാ സംസാരിക്കാം, സെറ്റിലേ. അയ്യോ ഞാൻ കുറച്ച് കിടക്കട്ടെ. മുന്നോ കൊണ്ട് സംസാരിക്കും. റാമു സംസാരിക്കണ്ട, സീനാവും. സംഭവം സീനായി. നിങ്ങളുടെ കോമാളിത്തരത്തിന് വേണ്ടിട്ട് നമ്മള് മൂഞ്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടും. അപ്പൊ പോലീസിനെ വിളിച്ചാ?
ആ പോലീസിനെ പിന്നെ വിളിക്കൂലേ റൂമിൽ ഇങ്ങനെ കൊലപാതകം നടക്കുന്നത് അവർക്ക് സംശയം ഉണ്ടാവില്ലേ? അഞ്ചാളെ മണ്ണുള്ള റാംബോ ബിഗ് ഷോ എന്ന് പറഞ്ഞിട്ട് കട്ടിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാവോ? എന്താ പോയത്? ആ ഇലകൾ നമുക്ക് വാങ്ങാം പുതിയ. വായോ വായോ. ആണോ? എന്നാ പിന്നെ ലൈവ് കഴിഞ്ഞിട്ട് കാണാം. ഇതൊന്ന് എൻഡ് ചെയ്തോട്ടെ എന്നിട്ട് കാണാം. ഓണറിനെ വിളിക്ക്, ഓണറിനോട് സംസാരിക്കാം. വാ വാ. നീ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വന്ന് സംസാരിക്കടാ. കമോൺ ബ്രോ, ഇവിടെ വന്ന് സംസാരിച്ചോ. ക്യാമറയുടെ മുന്നിൽ വരാൻ ധൈര്യമില്ലെങ്കിൽ ഇതാ ഇതിന്റെ അപ്പുറത്ത് വന്ന് സംസാരിച്ചോ, കുഴപ്പമില്ല ബ്രോ. ഇവിടെ നിന്നാ ക്യാമറ കാണൂല, ഇവിടെ നിന്നാ ക്യാമറ കാണൂല. സത്യത്തിൽ കാണൂല, ഞാൻ കള പറയുന്നല്ല. അപ്പൊ പിന്നെ അത് സാധാരണ സമാനത്തിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ല? അപ്പൊ ശരി. എന്താണ് ഓണർ എന്താ പറയുന്നത്? ആണോ? അല്ല അപ്പൊ നമ്മള് കണ്ടിന്യൂ ചെയ്യണോ അതോ നിർത്തണോ? എന്താണ് ഓണർ എന്താ പറയുന്നത്? എന്തേലും എക്സ്ട്രാ കൊടുക്കാന്ന് പറ, അപ്പൊ ചെയ്യാൻ വിടും. ആ ശരി. അല്ല മുന്നു സംസാരിച്ചാൽ മതി. മുന്നേക്ക് മോനെ ഇവിടെ പോലീസിനെ വിളിക്കുന്നല്ല പറയുന്ന അവര്, മനസ്സിലാ? അതിന്റെ ഇടയ്ക്ക് നിങ്ങള് സ്ക്രിപ്റ്റാ? എന്ത് സ്ക്രിപ്റ്റ് ബ്രോ? ബ്രോ സൗണ്ട് വേണ്ടെങ്കിൽ വേണ്ട, നിർത്തോ നിർത്തോ. ആ ആ ഓണറിനെ വിളി, ഓണറിനെ വിളി ബ്രോ. കായംകുളം ആദ്യമായിട്ടും നല്ലായിരുന്നു ബ്രോ, അതൊന്നും ചെയ്യുന്നില്ല. സ്ക്രിപ്റ്റാ? ആരോ ചെറുങ്ങനെ അടിച്ചിട്ട് ബ്രോ ബ്രോ സൗണ്ട് വേണ്ടെങ്കിൽ മര്യാദക്ക് പറഞ്ഞാൽ സൗണ്ട് നിർത്തി, അത്രേ ഉള്ളൂ. അറ്റപ്പറി കൊറേ സംസാരിക്കണ്ടായല്ലോ. 799 ഡൊനേറ്റ് 20 രൂപ. ആ ഉണ്ടോ? ഇങ്ങോട്ടില്ലല്ലോ, അപ്പൊ അതും അതും അത്രേ ഉള്ളൂ. സ്ക്രിപ്റ്റ് അല്ല സ്ക്രിപ്റ്റ് അല്ല സ്ക്രിപ്റ്റ് അല്ല സ്ക്രിപ്റ്റ് അല്ല സ്ക്രിപ്റ്റ് അല്ല ബൈ ഹോട്ടൽ. നീ എന്നെ എന്തായിട്ടാ കാണുന്നത് അപ്പൊ? ശരിക്കും നിങ്ങളെന്നെ എങ്ങനെയാ കാണുന്നപ്പോ? ഇവിടെ തീട്ട കേസും പറഞ്ഞ് ഞാൻ ഹോട്ടൽ വാങ്ങാൻ നടക്കണം. ഇവിടെ ഒരു ഹോട്ടൽ വാങ്ങാൻ എത്ര പൈസ ആവുന്ന വിചാരം മോനെ? എന്താ വിചാരം? ഒരു ഹോട്ടൽ വാങ്ങാൻ ചില്ലറ പൈസ കൊടുത്ത് ഹോട്ടൽ വാങ്ങാ? എടാ ഇതെല്ലാം ഒന്ന് എടുത്തു നോക്കാം നമുക്ക്. എന്താ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. എടാ ഇവർക്ക് ഇത് അടങ്ങാറാ, പോലീസിനെ വിളിക്കുന്ന പറയും. അപ്പം കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കൂടി ആയിട്ട് എന്ത് ചെയ്യാം? ഓക്കെ എന്തേലും പറ. ചാറ്റ് ഈഗോ എന്ത് ഈഗോ കാണിക്കാൻ വേണ്ടി 10 കോടി കൊടുത്ത് എയർടെൽ ഇത് വാങ്ങാനാ, ഹോട്ടൽ വാങ്ങാനാ? എന്താണിത്? എൻ്റെ ഇല്ല 10 കോടി ഒന്നും. എടാ ഓണറോട് പറഞ്ഞിട്ട്. ആണോ? അല്ല ഇവന്മാർക്ക് എങ്ങനെ നമ്മളോട് ഉള്ള അറിയാം? ഓ അപ്പൊ ഓണർ അല്ല സീന്. ലൈവ് കണ്ടിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കിട്ട് ആരോ വന്ന് അവരാന്ന് അടിച്ചു കട്ടായിട്ടാ. എന്നാ പിന്നെ പറഞ്ഞ കാര്യമില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞു. അത് അടിച്ച് കട്ടായിട്ട് ഓരോന്ന് പറയുന്നത്. വിട് 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 വിട്. എനിവേസ് ചാറ്റ് കോള് വിക്കിയോടെ ഡയറക്റ്റഡ് ബൈ എലിസാർന്ന്. ഇനി എന്ത് നടന്നാലും ക്രെഡിറ്റ് നിൽക്കാം. ഇവിടെ എന്ത് നടന്നാലും പണ്ട് ഓൾഡ് കോപ്പി നീ സ്ക്രിപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് ബുദ്ധിയില്ല. നോ എൻഡ് ഓക്കെ നോ എൻഡ് എന്താ ചെയ്യേണ്ട പറ. അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓണറോട് സംസാരിച്ചോട്ടെ. ഇത് ആരിലാന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മാനേജർ ആണോ ഓണറാണോ? ഒരു 4-5 ആൾക്കാരുണ്ട്. അവന്മാരാണെങ്കിൽ ക്യാമറ മുന്നിൽ വരുന്നില്ല. അല്ല അമ്മ പോയി ഇത് ബള്ളടിച്ചിട്ട് വന്ന ടീമാ. വരുന്ന അതെ അത് മോശം. നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാം. അവരിപ്പം വരും, അതുവരെ ഇവിടെ വെറുതെ നിക്കണം. ഇല്ലെങ്കിൽ ഒരു മോശമല്ലേ? അതെ ലൈവ് ചെയ്തോണ്ടിരിക്കുന്നു. അറ്റൻ അരുൺ രാജു 272 ഡൊനേറ്റഡ് 40 രൂപ. ബിഗ് ഷോ കുന്തിലേക്ക് വായായി. ബിഗ് ഷോന്റെ കുണ്ടിലേക്കായ
അല്ലാതെ ട്രക്കാണ് ട്രക്ക് കേറി ഇറങ്ങിയിട്ട് എന്റെ കുണ്ടിയല്ലോ ഒരുപോലെ ഈ ഹോട്ടലൊന്ന് കുലുങ്ങി. അപ്പോഴാണ് സംഭവം ഓണർ അറിഞ്ഞത്. ഇവിടെ ഈ സൂപ്പർ ചാറ്റ് കാണാത്തെ അസ്പാക്ക് സോളോ എടാ തീർന്നടാ ട്രക്ക് കേറി ഇറങ്ങിയാലേ തീർന്ന്. അവര് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. സീൻ എന്താന്ന് വെച്ചാൽ നമ്മ ഈ ഓട്ടം ഞാൻ സീനെല്ലാം തീർത്തിട്ടുണ്ട്. സീനെല്ലാം തീർത്തേനൊന്നും കുഴപ്പമൊന്നുമില്ല. സീനെല്ലാം ഞാൻ ഇതാക്കി ആദ്യം ഓടിയ നീ അന്നിക്ക് മുമ്പ് സീനെല്ലാം തീർത്തിട്ടുണ്ട്. സീനൊന്ന് വള്ളി പൊട്ടിക്കാൻ വന്നതാണ്. പക്ഷെ ഞാൻ എന്റെ പേര് പറഞ്ഞു കണ്ണൂർ കിങ് എന്നുള്ള പേര് പറഞ്ഞേരം എല്ലാവരും പോയിട്ടുണ്ട്. എന്താ പറയുക ചേട്ടൻ എന്താ പറയുക @harishos-e4z donated 40 രൂപ. Amaru staff alla kao kendo keriyata. പോലീസിനെ വിളിച്ചു പോലാരോ ഇതെന്താ മറ്റേ ജയിലിടാൻ പറ്റുന്ന കുറ്റമൊന്നുമല്ലല്ലോ. പാട്ട് ബ്രോ. എനിവേസ് എന്തല്ല അപ്പൊ ഇന്നത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രീം ആയി പോയി. അപ്പൊ എനിവേസ് അവരെ സ്റ്റാഫ് എല്ലാം കാറ് കണ്ട് കയറിയതാന്ന് പറഞ്ഞേ. ഇവിടെ താഴെയുള്ള ആൾക്കാരെല്ലാം സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. ബിഗ് കുണ്ടിലേക്കായി വരും. അതാ ബ്രോ ബൈ ഹോട്ടൽ ആൻഡ് സേ യു ആർ ബ്രൂസ് വൈൻ. നിങ്ങൾ ശരിക്കും എന്നെ എന്തായിട്ടാണ് കാണുന്നത് മക്കളെ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഹോട്ടൽ വാങ്ങാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നാളെ എനിക്കല്ലേ സ്കൂളില്ലേ സ്ലേറ്റും പെൻസിലും കയ്യിൽ വെച്ചിട്ടാണ് നീ എല്ലാം പറയുന്നത് ബൈ ഹോട്ടലിന്ന്. ഫരീസ് കെ 7 താങ്ക് യു 20 rupees സൂപ്പർ ചാറ്റ്. ഞാർക്കൊക്കെ ഒരു ഹായ് തരുന്നു. അമാൻ ഹായ് ബ്രോ. റാംബോ ബ്രോ മിസ് യു ഗിവ് ദ ജാസി സൂപ്ലെക്സ് എന്നോ എല്ലാം കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇതെന്താ ഇവിടെ എന്താ നടന്നത്? ഇതിന്റെ വീഡിയോ എനക്ക് ഒന്ന് കാണണം. ഹോട്ടല് കുലുങ്ങിയപ്പോ റൂമിന്റെ പുറത്ത് ഞാനുണ്ട്. റാംബോ വരുന്നത് വരെ ഞാൻ പറയുന്നത് ഇവിടെ എന്തെല്ലാം ഇപ്പൊ നമ്മളിപ്പോ ലൈവ് കഴിഞ്ഞ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോകും. അപ്പൊ അപ്പോഴേക്ക് ഇവിടെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റ് ആക്കിയിട്ടാ. ഇനിയിപ്പോ നാളെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഇവര് അത് പൊട്ടി ഇത് പൊട്ടി എന്ന് പറയരുത്. പൊട്ടിയത് പ്രോപ്പർ ആയിട്ട് സ്പ്രിങ് പോയിട്ടുണ്ടാവും. കാരണം ബിഗ് ഷോക്കാ വീണത്. പിന്നെ അതിലൊന്ന് ചെക്ക് ചെയ്തോ? അല്ല ചെക്ക് ചെയ്തിട്ട് ഇതാക്കാം. ഇവിടെ നടന്നത് സ്ക്രിപ്റ്റ് ഓക്കേടാ. സ്ക്രിപ്റ്റ് ആണെങ്കിൽ നീ കണ്ടിരിക്കുന്നുണ്ടല്ലോ. നീ സ്റ്റിൽ ബ്രോ നീ ലൈവിന്റെ ഉള്ളിലല്ലേ ഉള്ളത്? നീ ലൈവ് കാണുന്നില്ലേ? ഇല്ല. അപ്പം പ്രോബ്ലം സോൾവ്. സ്ക്രിപ്റ്റാന്ന് പറഞ്ഞിട്ട് നീ കാണുന്നുണ്ടല്ലോ. പിന്നെന്താ സ്ക്രിപ്റ്റ്? ഇതെല്ലാം നമ്മള് സ്ക്രിപ്റ്റ്. ഓക്കെ ഈ ഡബ്ല്യുഡബ്ല്യുവിന്റെ പ്രോപ്പർ സ്ക്രിപ്റ്റ് വരും. കോസ്റ്റ്യൂമെല്ലാം ഇട്ടിട്ട് നമ്മൾ WWE ചെയ്യാന്ന് വിചാരിച്ചു. ഓണത്തിന്റെ കോസ്റ്റ്യൂം പ്ലേ ചെയ്ത പോലെ WWE കോസ്റ്റ്യൂം പ്ലേ ചെയ്യുന്നുണ്ട്. കണ്ടോ? എനിവേസ് നോക്ക് ഓൺ ആ W സ്ക്രിപ്റ്റ്. താങ്ക് യു. W സ്ക്രിപ്റ്റ് നമ്മുടെ സ്ക്രിപ്റ്റ് ആയിരുന്നത്. ഓക്കെ ഹോപ്പ് യു ഗൈസ് എൻജോയ്. റൂം ക്ലീൻ ചെയ്തോ? @harishos-e4z donated 40 രൂപ. ഞാൻ സ്റ്റാഫ്. ഹായ് ബ്രോ. ഹായ് ഹരിഷോസ്. ഞാൻ ഹോട്ടലിലുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ കാണുന്നുള്ളൂ. കോൾ സേഫ് ഖാൻ എന്തിനാ ഇതിനെല്ലാം വിളിക്കുന്നത്? അരെ ഇതെന്തോ ആരോ കള്ളുടിച്ചിട്ട് ചൊച്ചയാക്കിയാടാ. ഇതിനെല്ലാം എന്തിനാ സേഫ് ഖാനെല്ലാം വിളിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. കേട്ടില്ല ഞാനേ ആ അരക്കുള്ള കത്തിയെടുത്ത് ഞാൻ ഒന്ന് പൊന്തിച്ചായിരുന്നു. അപ്പൊ ചെക്ക വന്ന് മേടിച്ചങ്ങ ഒരു ഓട്ടം. പിന്നെ പോരാത്തിന് എന്നോട് പേര് വെച്ചു നമ്മുടെ കണ്ണൂർ കിങ് അപ്പാട്. ഞാൻ പറഞ്ഞു ഞാൻ അവരടുത്ത് പറഞ്ഞു വെള്ളം അടിച്ചിട്ട് ഇവിടെ വന്ന് കയറി നിങ്ങൾ നമുക്ക് എന്ത് സേഫ്റ്റിയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ആൾക്കാർ എങ്ങനെ ഇങ്ങോട്ട് വരും? പക്ഷെ അവരിപ്പോ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെക്ക്ഔട്ട് ചെയ്യണം. അവര് പോലീസിനെ വിളിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ചെക്ക്ഔട്ട് ചെയ്യണം. പോലീസ് വന്നിട്ട് പോവാം. അല്ല ഇത് അങ്ങനെ ജയിലിൽ പോകേണ്ട എന്തിന് ഇവിടെ പൊട്ടിയിട്ട് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ വിളിച്ചിട്ടോ? ആ ഓണറിനെ വിളിച്ചിട്ടോ എന്താ വേണ്ടത്? നമ്മളെ ലൈവ് കണ്ടോണ്ടിരിക്കട്ടെ. അല്ല കളിയാക്കാൻ ഇതാക്കാൻ നമ്മളില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ സാർ ഒരു സ്ഥാപനം നടത്തുന്നതാണ്. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, വി റെസ്പെക്ട് ദാറ്റ്. സാറിന്റെ സ്ഥാപനത്തിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയോ, എന്തുവാണെങ്കിലും ചെയ്തരാം. പോലീസിനെ വിളിക്കാനൊന്നും വിളിക്കാണ്ടിരിക്കുന്നതിൽ നിങ്ങൾ ഇഷ്ടം. ഇതൊന്നും കേസാനുള്ള സാധനമൊന്നുമില്ല. ഇവിടെ സൗണ്ട് പൊല്യൂഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതിന്റെ അപ്പുറത്തൊന്നുമില്ല. വാട്ടെവർ അത് നിങ്ങൾ വിളിക്കുന്നതിനെ വിളിച്ചോ. പിന്നെ അവിടുത്തെ നാശനഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തരും. അതിന് അത്ര ഇതല്ല നമ്മൾ മനസ്സിലാവും. പിന്നെ ഇവിടെ സൗണ്ട് ഉണ്ടായത് നമ്മൾ ഡോർ അടിച്ചിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. പുറത്തേക്ക് സൗണ്ട് കേട്ടില്ല. ഇവിടെ കള്ളു പിടിച്ചിട്ട് വന്ന് ഒച്ചപ്പാടാക്കിയ ആൾക്കാരാണ് സൗണ്ട് ആക്കിയത്. ഓക്കെ, അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാണ്ടിരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ നമുക്ക് തരേണ്ട സെക്യൂരിറ്റി ആണ്. ഓക്കെ, വാട്ടെവർ. ബിഗ് ബോസ് എൻഡി
ബ്രോ നിങ്ങളെ ബിഗ് ബോസ് എന്താ ഇതാണ് ബിഗ് ബോസ് കണ്ടില്ല ഇതല്ലാതെ ബിഗ് ബോസ് മനസ്സിലായോ ബിഗ് ബ്രദർ ആണ്. IRL മോനെ IRL ചെയ്യാൻ എന്തെല്ലാം പാടാറിയോ. ഒന്നാമത് ഡിവൈസ് ഇല്ല, ഡിവൈസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്ത് ഫോണിലെല്ലാം ചെയ്യണം പറയണം. കാരണം ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ IRL ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി ലൈവ് ചെയ്തിട്ട് എൻഡ് ചെയ്യാം. നമുക്ക് വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം. അങ്ങനെ ഈഗോ കാണിച്ചിട്ട് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്തിട്ട് മാസം കാണിക്കാനൊന്നും ഞാനില്ല. ബി റെസ്പെക്ട്ഫുൾ, അത്രേ ഉള്ളൂ. എനിവേസ് ഓണർ ലൈവ് കാണുന്നുണ്ടെങ്കിൽ റിയലി സോറി സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ. നമ്മൾ ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്ലാൻ ചെയ്തല്ല, നമ്മളിങ്ങനെ എന്തോ ഒരു വൈബിന്റെ പുറത്ത് പോയപ്പോൾ അങ്ങനെ ആയിപ്പോയതാ, സൗണ്ട് ആയിപ്പോയതാ. ഓക്കെ, എനിവേസ്. അയ്യോ ഇതെന്താ വൈഫൈന്റെ കേബിൾ ഒരു ഇളക്കിയോ? ഗൈസ് കേൾക്കുന്നുണ്ടോ? ചാറ്റ് കാണുന്നുണ്ടോ? ഞാൻ കുറച്ച് മങ്കിയെല്ലാം ചെയ്യാന്ന് വിചാരിച്ചത്. അയാളോട് ഞാൻ ഒന്ന് സംസാരിച്ച അയാൾ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഇല്ല, എങ്ങനെ എന്താ ചെയ്യണ്ടേ? വാശി കാണിക്കണോ? കുറച്ച് അതിലൊരു വെള്ളിയെല്ലാം പിടിച്ചിട്ട് ഞാൻ ഇടപെടട്ടെ. ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അടിച്ച് മോന്തൻ ഫസ്റ്റ് പൊളിക്കും. എന്താ കൈവൊക്ക് ഇത് ഞാൻ പറയുന്ന നമ്മളെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. സൗണ്ട് ഉണ്ടാക്കി എന്നുള്ളത് തെറ്റാണ്, ബാക്കി നമ്മളെ തെറ്റുന്നില്ല. ഇത് ലൈവ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവര് കൈവൊക്ക്, അതായത് വള്ളി പിടിക്കണം എന്നുള്ളവര് കൈവൊക്ക്. വള്ളി പിടിക്കണ്ടെന്ന് പറയുന്ന ഒരു വള്ളി പിടിക്കണ്ടെന്ന് പറയുന്ന ഒരു കൈവൊക്ക്. മുന്നു മാത്രമേ പൊക്കിയിട്ടുള്ളൂ. 3 1 2 3 4 ഞാനുണ്ട്. വിക്കിന്റെ അഭിപ്രായം എന്താ? ഇവിടെ ഓണർ അല്ല, ഓണർ നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ. ഇത് ലീഗലി നമ്മൾ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ കുറച്ച് ഒച്ചപ്പാടും ബോളെ പുറത്തുനിന്ന് 2 കള്ളുടിയന്മാർ വന്നിട്ടേ ഒച്ചപ്പാടും ബോളും ആക്കി. അപ്പൊ അതിന്റെ ഒരു അപ്പൊ ഓണറിന് ഇതായി, ഓണർ നിർത്താൻ പറഞ്ഞില്ലേ? എന്താ ചെയ്യണ്ട? പോലീസ് ചെയ്യണമെന്നല്ല, ഇവിടെ അതിന് ജാമ്യം ഇല്ലാത്ത കേസൊന്നുമല്ല. ഇത് വിട്. അതല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട? വാശി പിടിക്കണം. അല്ല ചെയ്യണ്ടെന്ന് അവര് പറയുന്നത് സൈലന്റ് ആയിട്ട് ചെയ്തോട്ടെ എന്ന് ഒന്ന് ചോദിച്ചു. ഒന്നുകൂടി റെസ്പെക്ട് ചോദിച്ചു. അവര് പറഞ്ഞു ഇല്ല ഇപ്പൊ ചെക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. ലൈവ് നിർത്താൻ പോലും ഇല്ല, ചെക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയണം. എന്തായാലും ലൈവിലൊരു വള്ളി വേണ്ട, നമുക്കിത് കഴിഞ്ഞിട്ട് എന്തായാലും നോക്കാം. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ ഇന്നത്തെ ലൈവ്. ഗുഡ് നൈറ്റ് എവരിബഡി. വേറെ ചോദിക്കാണ്ട് ചോദിച്ചു. ഇന്ന് നമ്മൾ എന്തെങ്കിലും മിസ്സായോ? എന്തോ കാര്യം? GTA നാളെയാണ് ഗൈസ്. GTA നാളെ എന്തായാലും GTA ഉണ്ടാവും. നാളെ രാത്രി GTA സ്ട്രീം ആയിരിക്കും. അപ്പൊ മറ്റേ ചാനലിലായിരിക്കും ഉണ്ടാവുക. അതിന് എനക്കും ചെയ്യാൻ ആഗ്രഹമാണ്. പിന്നെ ഇവര് അതായത് ലൈവ് എൻഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ചെക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് 2 പേര് വന്നിട്ടല്ലേ ഇത്രയും പ്രശ്നമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു പുറത്തുനിന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്തൊക്കെയാ റൂമിൽ കാണിച്ചത് നമ്മൾ കണ്ട് ഇത്രയും ബഹളമൊന്നും റൂമിൽ പറ്റൂല. നിങ്ങളിപ്പോ ചെക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. അയാൾ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു, ചെക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ.